ഒരു കിലോക്ക് 1880 രൂപയാണ് ഇന്ന് ബാംഗ്ലൂരിൽ വരുന്ന വില. മീനിന്റെ പേര് വെള്ളാവോലി എന്നാണ്. ഒരു കിലോയിൽ ഒരു മീനേ വരുന്നുള്ളൂ. അതായത് 2 മീൻ 2 കിലോ വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ ഒരു മീനിന്റെ പൈസൻ്റെ നമുക്ക് 2 കിലോന്റെ മുകളിൽ മട്ടൻ വാങ്ങാൻ പറ്റും. അത്രയും നല്ല വില കൂടി നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാലും ഇത് വാങ്ങുന്നവർ ഇതേ വാങ്ങിക്കൊണ്ടുപോകാറുള്ളൂ. എനിക്കൊരു കാര്യം ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് സത്യം പറയുന്നുണ്ടല്ലോ, ഈ ഒരു മീനിന് ഇത്ര വില കൂടിയിട്ടുള്ളത് എന്താ സംഭവം എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഹിന്ദിക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടാവാറുള്ളത്. നമ്മളെ മലയാളികൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടുവന്നത് നമ്മളെ കറുത്താവോലി തന്നെയാണ്. എനിക്കും സത്യം പറയുന്നുണ്ടെങ്കിൽ വെള്ളാവോലിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കറുത്താവോലി തന്നെയാണ്. വെള്ളാവോലി ഭയങ്കര സംഭവം എനിക്ക് തോന്നിയിട്ടില്ല എന്നവരെ. ഒരു വികാരമില്ലാത്ത മീനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കഴിക്കുന്ന സമയത്ത്. കാരണം ഒരു പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ഇത് നമ്മൾ മീനാണ് കഴിക്കുന്നതൊന്നും അങ്ങനത്തെ മീനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വെള്ളാവോലി. എന്നാലേ കറുത്താവോലി നേരെ ഓപ്പോസിറ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ വെള്ളാവോലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റുള്ള മീനാണ്. മാത്രമല്ല ഒരു മുള്ളുള്ള മീനാണ്. ആ മുള്ളും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. മുള്ള് വായിൽ എന്തെങ്കിലും കുത്തിക്കയറില്ല. ആ മുള്ളും കൂടെ നമുക്ക് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. ഈ വെള്ളാവോലി ഉണ്ടാക്കുന്നത് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. അതായത് തേങ്ങ അരച്ച് വെച്ചിട്ട് കറി വെക്കുന്നവരുണ്ട്, തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നവരുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. നമ്മളെ ഷെഫില സ്റ്റൈലിലൊക്കെ അത് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് കറി വെക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അല്ലാതെ പിന്നെ വേറെ രീതിയിൽ വെക്കുന്നുണ്ട്. നമ്മളെ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രയർ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിഷ് ഇത് ഫ്രൈ ചെയ്യാൻ പറ്റും. എയർ ഫ്രയർ ഇട്ടിട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നമ്മൾ എയർ ഫ്രയർ ഇട്ട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് അത്ര സംഭവം തോന്നാറില്ല. പക്ഷേ ഈ ഒരു മീൻ എയർ ഫ്രയർ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. മാത്രമല്ല ഈ ഒരു മീൻ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വാങ്ങാറുള്ളത്. അവരിത് കറി വെച്ചിട്ടും ഫ്രൈ വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ അവരിത് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാനാണ് പതിവ്. അവർ ഹിന്ദിക്കാരുടെ സ്റ്റൈൽ വേറെ തന്നെയാണ്. ആദ്യം അവരെന്ത് ചെയ്ത് ഫ്രൈ ചെയ്യും, ഫ്രൈ ചെയ്തിട്ട് പിന്നെ കറി വെക്കും. അത് ഫുൾ ഫ്രൈ ചെയ്യില്ല, ഒരു ഹാഫ് ഫ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഹാഫ് ഫ്രൈ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെ മസാല ഇട്ടിട്ട് അവർ എന്ത് ചെയ്യും, കറി വെക്കും. നമ്മളെ മലയാളികളാണ് അങ്ങനത്തെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്ന പോലെ കറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഷോപ്പിൽ വെള്ളാവോലി പല സൈസിലുള്ളതും അവൈലബിൾ ഉണ്ട്. അതായത് സ്മോൾ സൈസ്, ബിഗ് സൈസ്, മീഡിയം സൈസൊക്കെ അവൈലബിൾ ഉണ്ട്. സാധാരണ ഒരു ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നല്ല വില കൂടുതലാണ്. ഇന്നത്തെ ഡേറ്റ് വരുന്നത് 20/3/2006 വരുന്നത്. ഇന്നത്തെ ദിവസം 21/3/2006 ഇന്നത്തെ ഡേറ്റ് വരുന്നത്. ഇന്നത്തെ ദിവസം വെള്ളാവലിക്കൊക്കെ ഭയങ്കര റേറ്റാണ്. എല്ലാ മീനും നല്ല റേറ്റാണ്. ഇന്ന് ഒരു കിലോയിൽ 5-6 പീസ് വരുന്ന, ഒരു കിലോയിൽ 6 പീസ് വരുന്ന സൈസുള്ള വെള്ളാവോലി ആണെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് വരുന്ന വില 1000-ന് മുകളിൽ വരുന്നുണ്ട്. ആദ്യമൊക്കെ അത്ര സൈസുള്ള മീനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 680 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെള്ളാവോലി ആദ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന വില 1180 രൂപയ്ക്ക് ഈ വെള്ളാവോലി വന്നിട്ടുണ്ടായിരുന്നു. ഒരു കിലോയിൽ ഒരു മീൻ വരുന്ന രീതിയിലുള്ള ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. നമ്മളെ മലയാളികൾ അത് കഴിക്കുന്ന കുറവെന്നുള്ളൂ. ഹിന്ദിക്കാർ കൂടുതൽ കഴിക്കുന്നത്. ഹിന്ദിക്കാർക്ക് നമ്മളിത് കറുത്താവോലി വെറുതെ കൊടുത്താലും ഇപ്പോൾ അവരൊന്നും തീരെ വാങ്ങൂല. അതേപോലെ തന്നെയാണ് ചില മലയാളികൾക്ക് വെള്ളാവോലി വെറുതെ കൊടുത്താലും വാങ്ങൂല. ഞാൻ പിന്നെയും പറയാനുള്ള കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് കറുത്താവോലി തന്നെയാണ്. നമ്മുടെ ഷോപ്പിൽ വരുന്ന മീനുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനിൽപ്പെട്ട മീൻ തന്നെയാണ് കറുത്താവോലി. അത് നല്ല കനം കുറച്ചിട്ടടിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. എത്രത്തോളം കനം കുറച്ചടിക്കാൻ പറ്റും അത്രയും കനം കുറച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ എല്ലാ മീനുകളും അവൈലബിൾ ഉണ്ട്. എല്ലാ മീനുകളും അയല, മത്തി, കിളിമീൻ, നെയ്മീൻ, ചെമ്മീൻ, നെത്തോലി, വേളൂരി എല്ലാ മീനും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഹൂഡിയിലാണ്. നമ്മൾ കേർപ്പുറ റെയിൽവേ സ്റ്റേഷനും ITPL വൈറ്റ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷനും 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നത്. രണ്ടിനും കൂടെ സെൻട്രലാണ് വരുന്നത്. കേർപ്പുറം ഭാഗത്താണ് ഏകദേശം ഷോപ്പായിട്ട് വരുന്നത്. ഹൂഡി എന്ന് പറയും, ITPL ഹൂഡി എന്നൊക്കെ പറയും. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതായത് ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ സത്യസായിബാബ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. മൊബൈൽ നമ്പർ എഴുതിച്ചോളൂ 7902411905 7902411905. 6 കിലോമീറ്ററിനുള്ളിൽ വിളിച്ചു പറഞ്ഞാൽ സാധനം എത്തിച്ചു വെക്കുന്നതാണ്. അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓർഡറായിട്ട് വിടുന്നതാണ്. നമ്മൾ മിനിമം ഡെലിവറി ചാർജ് 350 rupees ആണ്.